ഇന്ത്യയുമായി കൂടിച്ചേരുന്നതിനു മുന്നേ സ്വതന്ത്ര രാജ്യമായിരുന്ന കാലത്ത് തന്നെ സിക്കിമിലെ ആദിമ ജനവിഭാഗമായ ലെപ്ചകൾക്ക് വേണ്ടി അന്നത്തെ രാജാവ് റിസർവ് ചെയ്തു വെച്ചതാണ് ജൊങ്കു എന്ന വലിയ പ്രദേശം. പ്രത്യേകം പെർമിഷൻ എടുത്ത് അവിടെ എത്തിയ ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടത് ഈ ചേച്ചിയെയാണ്. താമസിക്കാൻ കുറഞ്ഞ നിരക്കിൽ ഒരു ഹോം സ്റ്റേ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച ഞങ്ങളെ പക്ഷേ ചേച്ചി ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഗുഡ് നൈറ്റ്. ഇതുപോലുള്ള ചില മനുഷ്യർ മിക്കപ്പോഴും നമ്മുടെ യാത്രകളെ നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത വേറെ ചില തലങ്ങളിൽ എത്തിക്കും. ഹലോ, നമ്മൾ ലാസ്റ്റ് വീഡിയോ അവസാനിപ്പിച്ച അതേ സ്പോട്ടിലാണ്. അതായത് സിക്കിമിലത്തെ തദ്ദേശീയരായ ആൾക്കാർക്ക് പോലും പെർമിറ്റോടുകൂടി മാത്രം എൻട്രി ചെയ്യാൻ പറ്റുന്ന ജംഗു എന്ന് പറയുന്ന ആ ഒരു റീജിയൻ, ഇവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിൾസ് താമസിക്കുന്ന ആ ഒരു റീജിയനിലേക്ക് പോവുകയാണ് നമ്മൾ. അതിൻ്റെ കവാടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നോർമലി വരുന്ന ടൂറിസ്റ്റുകളൊന്നും പോകാത്തൊരു മേഖലയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ എത്തിയിട്ട് ഇതാ പെർമിറ്റ് ഇവിടെ കാണിച്ചു കൊടുത്ത് അകത്തേക്ക് പോകാനുള്ള അനുവാദം വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നാൽ പോയാലോ? പോവാം. നമ്മളങ്ങനെ ആ കവാടം കടന്ന് ജംഗു റീജിയനിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ. എന്നിട്ട് കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ഈ ഭാഗത്ത് റോഡുകളൊക്കെ ഒരു കഥയാണ് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏറെക്കുറെ ഓക്കെയാണ്. പക്ഷേ വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ പാലം പൊളിഞ്ഞിട്ടും ലാൻഡ് സ്ലൈഡിൻ്റായിട്ടൊക്കെ ആകെ നശിച്ച് ഇപ്പോൾ BRO അതിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുകയൊക്കെ കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വീട് പണിയുന്ന കണ്ടു. അപ്പോൾ ജസ്റ്റ് നിർത്തിയതാണ്. വീടാണോ കടയാണോ എന്നറിയില്ല കേട്ടോ. ചിലപ്പോൾ കടയായിരിക്കും. റോഡിൻ്റെ സൈഡിലാണ്. കുട്ടികളെ കളിക്കുന്നുണ്ട്. ഹലോ, മണ്ണിൽ കളിക്കുകയാണ്. ഇതാ ഇവിടെ വേറെ ഒരാളുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് കടയുണ്ട് കേട്ടോ. ഓൾറെഡി ഒരു കടയുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു കടയാണോ എന്താണോ പണിയുന്നതെന്ന് അറിയില്ല. എന്നാ ഹോട്ടൽ പണിയാണ്. യെസ്. ഇവരിവിടെ ഇവിടെ ഇപ്പോൾ കടയാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഇതേ വലിപ്പമുള്ളൂ കേട്ടോ. മിക്കവാറും വീടുകളൊക്കെ ഇത്ര തന്നെ അവരുടെ വലിപ്പമുള്ളൂ. ഇവര് സ്വന്തമായിട്ടൊക്കെ തന്നെയാണ് പണിതെടുക്കാൻ തോന്നുന്നു അല്ലേ? ഒരാളുണ്ടാവും, ഒരു സ്കിൽഡ് ലേബർ അല്ലേ? ഇവിടെയുള്ള മിക്കവാറും കടകളുടെയും വീടുകളുടെ ഒക്കെ ജനാല തുറന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടാവാറില്ലേ? ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഈ കടയും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനാല ഉണ്ടാവും. ആ ജനാലയിൽ കൂടി നോക്കിയാൽ കാണുന്ന വ്യൂ ഇതായിരിക്കും. എന്ത് ഭംഗിയാ നോക്ക്. പച്ച കളറുള്ള ടീ സ്റ്റാൻഡ് ഇങ്ങനെ ഒഴുകുന്നു. നമ്മളിപ്പോൾ ആ റോട്ടിൽ കൂടി കേട്ടോ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് താഴെ വെച്ചിട്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്തത്. ആ റോട്ടിൽ കൂടി പല പ്രാവശ്യം നമ്മൾ പോയതാണ്. ഇപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ എന്തെങ്കിലും വാങ്ങി കഴിക്കാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി കാണിച്ചു തന്നാണ് കേട്ടോ. അതെ, വെറൈറ്റി സാധനം. ഇത് നമ്മുടെ അന്ന് നമ്മൾ കഴിച്ചില്ലേ, നമ്മുടെ കാട്ടവക്കാടോ ജംഗ്ലി അവക്കാടോ കഴിക്കുന്ന സാധനമാണ്. മുടിയൊക്കെ ഇങ്ങനെ അത് വേണ്ട. ഗന്ധർക്ക് ഈ ഇല പച്ചയില അത് ഉണങ്ങിയത്. നമ്മളോട് ഇന്നലെ പറഞ്ഞില്ല, എല്ലാ സമയത്തും എല്ലാ ഭക്ഷണത്തിന്റെ കൂടെ കിട്ടുന്ന പച്ച സാധനം ഇതാണ്. അത് ഈ ഇലയാണ്. ഇത് ഉണക്കിയിട്ട് എന്താ ചെയ്യാ? ഇത് ഉണക്കിയിട്ട് ഇവര് സൂപ്പാക്കും. പിന്നെ ഇന്നലെ തന്ന മറ്റേ സാധനമാക്കും. സൂപ്പ് തന്നെ. ഓക്കെ. ഇത് നമ്മളെ മത്തൻ്റെ ഇല മുരിങ്ങൻ്റെ ഇലയൊക്കെ ചെയ്യുന്നത് പോലെ ഈ ഇല കഴിക്കൂട്ടോ. അത് ഉണക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കും. ഇത്ര അത് കൊള്ളാം. നീയാ അവിടുന്ന് ആ കടേൻ്റെ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുന്നപ്പോൾ കണ്ടൊരു സംഗതിയാണ് കേട്ടോ. എന്താണ് സംഭവം എന്നൊരു ഐഡിയ കിട്ടില്ല. ഒരു പാലമാണ്. പക്ഷെ ആ പാലം അവിടെ വന്ന് നിൽക്കണം. അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്രോച്ച് റോഡല്ല, പാലത്തിൻ്റെ തന്നെ ബാക്കി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തൽക്കാലത്തേക്കൊരു അപ്രോച്ച് റോഡ് പോയതായിരിക്കും ചിലപ്പോൾ അല്ലേ? ആർമി ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു നമ്മുടെ ബെയിലി പാലം കിട്ടി. തൽക്കാലം ഒരു ബെയിലി പാലം ഇവിടെ കണക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ. ഇതിനകത്തോട് കേറിയിട്ട് മെയിൻ പാലത്തോട് കയറുക. ഇത് കണ്ടോ, ഈ ബെയിലി പാലത്തേക്ക് നമ്മളിങ്ങനെ പ്രധാന പാലത്തിലേക്ക് കിടക്കുകയാണ്. അടിപൊളി പരിപാടിയാണ്. പഴയ പാലം അവിടെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ചെറിയ തൂക്കുപാലം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ പ്രശ്നമുണ്ട്. കണ്ടോ, ആ റോഡൊക്കെ ഇടിഞ്ഞു പോയത് കാരണം ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേ വണ്ടി റിവേഴ്സ് എടുത്തിട്ടേ ഉള്ളൂ ഇതിന് പോകാൻ പറ്റുക. കുറച്ചുകൂടി മുമ്പിലേക്ക് വന്നപ്പോൾ കണ്ടോ ഒരു വലിയ പാറ നിൽക്കുന്നുണ്ടോ. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ പാറയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഫുള്ള് പൊട്ടിയിട്ടാണ് നിൽക്കുന്നത്.
ഈ ഒരു പീസ് ഇത് എപ്പോഴും വീഴാം, ഏത് മൊമെന്റിലും താഴേക്ക് പോകാവുന്ന കണ്ടീഷനിലാണ്. അതിന്റെ താഴേക്ക് കൂടിയാണ് ഇതാ ഹോണൊക്കെ അടിച്ച് വണ്ടി വരുന്നത്. അത് ആർമിയുടെ വണ്ടി കേട്ടോ, ആർമി ആളുകളാണ് പോകുന്നത്. തൽക്കാലത്തേക്ക് വീണിട്ടില്ല. തിരിച്ചു വരുമ്പോ ഈ വഴി ഇതുപോലെ ഉണ്ടാവണേ, ആ പാലം ഇതുപോലെ ഉണ്ടാവണേ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രവർത്തനം. അതെ അതെ അതെ, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് 3 ദിവസത്തെ പെർമിറ്റ് ഉള്ളൂ, അതുകൊണ്ടാണ്. ഇവിടെ കണ്ടോ സ്ലൈഡ് സോൺ എന്ന് ബോർഡ് വെച്ചേക്കണു. അതുപോലെ ആ പാറക്കല്ല് ഉരുണ്ട് വീഴുന്നതിന്റെ ഒരു ചിത്രമല്ലേ, ഒരു വാണിംഗ് പോലെ വെക്കൂലേ, അതൊക്കെ വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. വീണില്ലെങ്കിലേ അതിശയമുള്ളൂ. പൊടിയാണല്ലോ ഇവിടെ ഒരു വെള്ളപ്പൊടി അല്ലേ. അങ്ങനെ പിന്നെയും കുറേ നല്ല പൊടിയിൽ കുളിച്ച റോട്ടിൽ കൂടി നമ്മളിങ്ങനെ കയറി വന്നു കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയതാണ്, നമുക്ക് ഇവിടുന്ന് ഒരു സംഭവം കാണണം. സംഭവം കാണണം എന്നൊക്കെ പറയുമ്പോൾ തോന്നി എന്ത് സംഭവമാണെന്ന്. പക്ഷെ ഞങ്ങൾ കുറേ നേരമായിട്ട് ഇതിങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കിട്ടി. അതായത് നമ്മളെ ഇവിടുത്തെ സുഹൃത്തില്ലേ ശിഖ, അവളുടെ വീട്. സംഗതി നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ, അവളുടെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗം, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ ശരിക്കും ഇങ്ങനെ കാണാമായിരുന്നു. വണ്ടി ഇങ്ങനെ കയറി പോകുന്ന കാണാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ച സമയത്ത്. അതെ, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അവളുടെ വീട് ഇവിടുന്ന് കാണുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. നമ്മൾ അന്നൊരിക്കൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു താഴത്തേക്ക് ഇറങ്ങിപ്പോയില്ലേ, ആ ഒരു പാറ്റേനൊക്കെ പൊരിച്ചിട്ടുന്ന ദിവസം, ആ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഈ ഭാഗത്തു കൂടിയൊക്കെയാണ് നമ്മൾ അന്ന് നടന്നത്. ഈ കാണുന്നതാണ് അന്ന് നമ്മൾ കാണിച്ചൊരു പള്ളി. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് ഇവിടെ. യെസ്, ഇതിനകത്ത് ആ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുൾപൊട്ടിയ പോലെയല്ലേ അതിന് താഴത്ത് കാണുന്ന ഈ 3 നില ബിൽഡിങ്, അതാണ് ശിഖയുടെ വീട്. ഇപ്പം നമ്മൾ ആ ടീ സ്റ്റേയുടെ എത്ര ഹൈറ്റിലെത്തിയില്ലേ? ശരി, ഇവിടുന്ന് താഴേക്കാണ് നോക്കുന്നത് അവരുടെ വീട് കാണാൻ. അവരുടെ വീട് ഒരുപാട് ഹൈറ്റിലാണ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കുറേ താഴത്തേക്കാണ് ടീസ്റ്റ റിവർ. ഇവിടെ കണ്ടൊരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് വെള്ളമൊന്നുമില്ല കേട്ടോ. ഈ വരുന്ന വഴിക്ക് നിറയെ ഓറഞ്ച് തോട്ടാട്ടോ കണ്ടത്. കണ്ടോ, ഇതൊക്കെ ഓറഞ്ച് മരങ്ങളാണ്. വരുന്ന വഴിക്ക് ഒരുപാട് അങ്ങനത്തെ നിറയെ ഓറഞ്ചൊക്കെ ഉള്ള മരങ്ങൾ തന്നെ കണ്ടിരുന്നു. ഇപ്പം നമ്മൾ ഏകദേശം എത്ര സമയമായി? 1.5 മണിക്കൂർ ആവുന്നു. ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെയൊക്കെ ഇതൊക്കെ റോഡ് പണിക്കുള്ള ഏരിയകളാണ്. റോഡ് പൊട്ടുന്നു, പണിയുന്നു. മിനിമം ഒരു 10-15 സ്ഥലത്തെങ്കിലും പണി നടക്കുന്നത് കണ്ടിട്ടോ, നിറയെ ഉണ്ട്. ഇവരുടെയൊക്കെ ബഡ്ജറ്റിന്റെ വലിയൊരു ശതമാനം റോഡ് പണിക്കായിരിക്കും അല്ലേ? റോഡ് പണിയാൻ തന്നെ തീരും. അതിന് വേറെ റോഡ് പണിയാതെ വേറെ വല്ല സൊല്യൂഷനും കണ്ടുപിടിക്കണം കേട്ടോ. റോഡ് വാങ്ങി കൊണ്ടുവന്ന് വെക്കാനാ? അങ്ങനല്ല, ഇവിടുന്ന് ഇത് ഈ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വലിയൊരു പാലം. എന്നാ പിന്നെ ഇത്രയും റോഡ് പണിയുണ്ടല്ലേ? ഇത്രയും റോഡ് പണിയുണ്ട. നീ പറഞ്ഞു നോക്ക്, അടുത്ത പ്രാവശ്യം മീറ്റിംഗ് കൂടുമ്പോ നമുക്ക് പോയി നോക്കാം. ഏകദേശം 3 മണിക്കൂർ വേണം അങ്ങോട്ട് എത്താൻ എന്നാണ് അവിടെ നിന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി 1.5 മണിക്കൂർ കൂടി ഉണ്ടാവും. കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാലം കേട്ടോ. നല്ല ഭംഗിയുള്ള പാലം വളരെ കുറവാണ്, അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയതാണ്. ഒരു പാലം പൊളിയാതെ കാണാൻ പറ്റും. ഈ പാലത്തിന്റെ തൊട്ടപ്പുറത്ത് പഴയ ഒരു പാലമുണ്ട്, പഴയൊരു തൂക്കുപാലം. അതിന്റെ മുകളിൽ ഇരുന്നിട്ട് കുറെ പേര് എന്തോ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട്. പണിക്കാരാണ്, ഇവിടുത്തെ റോഡ് പണിക്കാരാണ് തോന്നുന്നു. ബ്രിഡ്ജിന്റെ ഈ അറ്റത്ത് ഒരു ചെറിയ ചായക്കട ഉണ്ട് കേട്ടോ, നമുക്കൊരു ചായ കുടിക്കാം. ഇവിടെ കുറച്ച് പച്ചക്കറികളും അതുപോലെ പേരക്ക അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പഴം ഒക്കെ ഉണ്ട്. മുളക്. മുളകിന്റെ പേരെന്തായിരുന്നു? ഡൽഹി ഗല്ലി ഗല്ലി. കേരള സേ ജംഗു. ഞാൻ ആദ്യമായിട്ട് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ ഒറ്റടിക്ക് പറഞ്ഞു. ഓക്കെ. ഇത് ഈ പാക്കറ്റിന് എത്ര? कितना इसका? रेट कितना? 80. हाँ ये बहुत तीखा होता है सर. हम खाया ഇതൊക്കെ ഓർഗാനിക് ആണ് കേട്ടോ. അവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന അമരക്കല്ലേ, അമരക്ക, ചെറിയ വഴുതനങ്ങ, തേൻ,
ഇതാ ഈ അമ്മച്ചി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് മുളക്. മുളകിന് ആ ഈ മുളക് ഇവർ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നത് കൊണ്ടേ ആ മുളകിന്റെ സ്മെല്ല്, കുത്തുന്ന സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ അതിനകത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നടക്ക്. ഈ വഴിയാണ് നമുക്ക് ആ ഒരു പഴയ പാലത്തിലേക്ക് പോകാനുള്ള വഴി. ബ്രിഡ്ജ് ഡീറ്റെയിൽസ് ഇതാണ് ആ പാലം. ആ കണ്ടോ, ചിരപുരാതനമായ പാലം. ഓഹോ, അതിൻ്റെ മുകളിൽ ആൾക്കാർ. ഇത് വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്ന പാലമാണ് അല്ലേ? ആ കണ്ടോ, ഈ രണ്ട് സൈഡും ഇങ്ങനെ കുഴിഞ്ഞു പോയിരിക്കുന്നുണ്ടോ. വണ്ടിയുടെ ടയർ പോയ ഭാഗമാണിത്. നടന്നു പോകാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? ഇവരിവിടെ റിലാക്സ് ചെയ്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ കേട്ടോ. അടിപൊളി. ശരിക്കും പിക്നിക്കിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമല്ലേ? ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ ഒരു പാലം കണ്ടു, പണ്ടത്തെ ഒരു പാലം. പണ്ട് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു പാലം, മരത്തിൻ്റെ പാലം. അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവർ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കിയിരിക്കും. ആൾക്കാർ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ അവിടേക്ക് വരും, മീൻ പിടിക്കും, അവിടെ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കും. പിടിക്കുന്നുണ്ട്. ആ നമ്മുടെ നാട്ടിലില്ല അതുപോലെ കുറേ പാലങ്ങളല്ലേ? അങ്ങനെ ഒരിക്കലും ചർച്ച നടന്നിരുന്നില്ലേ? സന്തോഷ് ജോർജ് അങ്ങനെയാണോ ഒന്ന് പറഞ്ഞത്? ഏതൊരു പാലം പൊളിച്ച് കളയുന്നതിന് പകരം നൈറ്റ് വണ്ടികൾക്ക് പോകാനേ പറ്റാത്തുള്ളൂ, സ്ട്രീറ്റ് പോലെ ആക്കാം. അങ്ങനെയൊക്കെ നല്ല ഐഡിയ. ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ ഈ ഒരു സ്ഥലത്തിന് സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള നല്ല കിടിലം പോലെ. അതെ അതെ, ശരിക്കും ഇതൊന്നുമല്ല, നമ്മുടെ നാട്ടിലായിരുന്നു തീർച്ചയായിട്ടും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ ആകുമായിരുന്നു കേട്ടോ. ഇവിടെ നേരെ ഈ പാലത്തിന് നേരെ അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടം കേട്ടോ. വെറുതെ ഒരു തോടൊന്നും പുഴയൊന്നും ഒഴുകിപ്പോവല്ല, ശരിക്കും ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെ ഉണ്ട്. കണ്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്. ഈ പാലം കേട്ടോ നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് ക്രോസ് ചെയ്ത പാലം, ഇപ്പോൾ ഉള്ള പുതിയ പാലം. അതും കോൺക്രീറ്റ് പാലമല്ല. നമ്മളതിൻ്റെ മുകളിൽ കൂടി പോയപ്പോൾ വിചാരിച്ചത് കോൺക്രീറ്റിൻ്റെ പാലമാണെന്നാണ്. അതല്ല കേട്ടോ, അതും മെറ്റൽ പാലം തന്നെയാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ ഈ ചേച്ചി ചായ ഉണ്ടാക്കണമെന്ന് ചോദിച്ചിരുന്നു. ദീദി ക്യാ മിലേഗാ? चाय मिलेगा, मैगी मिल जाएगा, रोटी भी मिल जाएगा। റൊട്ടി. क्या लेंगे? ചേച്ചീൻ്റെ കട നല്ല കല്യാണ വീട് പോലെ ഉണ്ട് കേട്ടോ, അലങ്കരിച്ചിട്ട് അല്ലേ? ഈ ഒരു സാധനം എന്താ മനസ്സിലായോ? ഇത് മല. സൈഡ് വാള് ഇത് മല തുടങ്ങുകയാണ് ഇവിടെ അങ്ങോട്ട്. ചെറിയൊരു തള്ളലുണ്ട് കേട്ടോ. തണലോ? ഒരു തള്ളി നിൽക്കുന്നില്ലേ? തള്ളലല്ലേ? ഇതേപോലെ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ ബാത്റൂമിന്റെ ചുമര്, അതൊരു മലയുടെ സൈഡാണ്. बस താങ്ക് യു. अच्छा अच्छा. आप दोनों आदमी हो गया ना, अभी यादें आ गया. പാട്ട് പാടി കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ചായ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല അത്രേ. ചായ എങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ എങ്ങനെ. कहाँ से आप? കേരള. केरला? ओ बहुत अच्छा जगह है ना. अच्छा जगह है. हाँ मुझे पसंद है वो केरला. ആഹാ मेरा बॉयफ्रेंड भी था पहला. ആഹാ കേരള. ആരാടാ നിങ്ങൾ? ആരാ നിങ്ങൾ? ഈ ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് ആരാണെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം, കമന്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യണം. गया था वो बेंगलोर तक पहुंचा, बेंगलोर चेन्नई, वहाँ में 15 डेज रुका. बॉयफ्रेंड के साथ नहीं, वो मेरा दीदी का सिस्टर, वो नर्सिंग के लिए अन्ना बोल रहा था, वो भैया लोग का अन्ना बोल रहा അണ്ണാ ഭയ്യ ലോക അണ്ണാ ബോൾത്താ. था. बहुत अच्छा लोग है वहाँ में. അതായത് ഇവിടെ ഏത് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ കേരളം അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പൊ നമുക്ക് അഭിമാനമാണ് അല്ലേ? പ്രത്യേകിച്ച് സൗത്തിലുള്ള ആളുകളോട് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. നല്ല വളരെ നല്ല ആളുകൾ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്. അതെ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്ന ആൾക്കാരുണ്ട്, അവർക്ക് അതിലും വലിയ അഭിപ്രായം. നമ്മൾ നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട് ഇവിടെ, അത് കീപ്പ് ചെയ്യാം. അതെ യെസ്. അങ്ങനെ ചായ കിട്ടി, വലിയൊരു ഗ്ലാസ്സിൽ കുറച്ച് ചായ. ഞാൻ ഉപ്പിട്ട ചായ. ചേച്ചിന്റെ കയ്യിൽ ഈ ഒരു കപ്പ് ഒരെണ്ണുള്ളൂ തോന്നുന്നുണ്ട്. നെയ് നോക്കാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റി പണിഞ്ഞ ആകെ കുടുങ്ങി കിടക്കുന്ന അല്ലേ? സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, എന്നാലൊട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് അറിയാനും പാടില്ല എന്നുള്ളൊരിതാ. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കട്ടോ. ചേച്ചി നല്ല ഫ്രണ്ട്ലിയാണ്. ചേച്ചി നല്ല, പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ചേച്ചി സിക്കിമീസ് ആണെന്ന് പറഞ്ഞാൽ മതി. എല്ലാം അതിനകത്തും അല്ലേ, എല്ലാം സ്റ്റേറ്റ് ആൾ. അപ്പോൾ നമ്മൾ ചേച്ചി എന്തോ പറഞ്ഞപ്പോൾ നാളെ ഒരു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് 3 ലഡു പൊട്ടി. ഞങ്ങൾ തന്നെ ഒരു കല്യാണം കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടായിരുന്നു, കാണാമായിരുന്നു, എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു 1.5 മണിക്കൂർ കൂടി അങ്ങോട്ട് പോകണം എന്നാണ്. പക്ഷേ നമ്മൾ വന്ന വഴിക്ക് കുറച്ച് മുകളിലേക്ക് കയറിപ്പോയിട്ടാണ്
അവിടെ ഒരു വില്ലേജും ഉണ്ട്. ആ വില്ലേജിലാണ് കല്യാണം. അപ്പോൾ കല്യാണം കൂടുതൽ നമുക്ക് പറ്റിയ മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് ഇനി പോയി കഴിഞ്ഞാൽ നാളെ കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഈ കല്യാണം മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ആകെ 3 ദിവസമേ ഉള്ളൂ. വേറൊരു കല്യാണം അതിൻ്റെ ഇടയ്ക്ക് നിശ്ചയിച്ചിട്ടൊക്കെ ആവണമെങ്കിൽ വലിയ പണിയായിരിക്കും. അപ്പോൾ നാളത്തെ കല്യാണത്തിന് കൂടാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എവിടെ സ്റ്റേ ചെയ്യുമെന്ന് നോക്കിയപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, കല്യാണം നടക്കുന്ന വീട് നിൽക്കുന്ന ഗ്രാമത്തിൽ താമസിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ചേച്ചി ഒക്കെ സെറ്റാക്കാം, നോക്കട്ടെ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ രക്ഷപ്പെട്ട് നമുക്ക് കല്യാണ പരിധി താമസിക്കാൻ പറ്റിയ രസമായി. തലേ ദിവസം അല്ലേ എല്ലും പൂളയൊക്കെ ഉണ്ടാവും. ചേച്ചി നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് വന്നു കേട്ടോ. കുറച്ച് പട്ടാളക്കാർ വന്നു, അവർ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ചേച്ചി അവർക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ്. ചെറിയ കടയാണ് കേട്ടോ ചേച്ചിയുടെ. പക്ഷേ ഇവിടെ ചോറ്, ചിക്കൻ കറി, ദാല് സബ് മില്ലേക്കാ. റൊട്ടിയും കിട്ടുന്നാ പറഞ്ഞത്. ഇവിടെ ഒരു ബെഡും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ചെറിയൊരു ലഡ് പൊട്ടിയായിരുന്നു, ഇവിടെ അങ്ങോട്ട് കൂടിയാലോന്ന്. പക്ഷേ പകല് കുഴപ്പമില്ല, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വേറെ 2 പേര് വരും. ഇത്രേ കിടക്കുന്ന എവിടെയാണ്. അതുകൊണ്ട് നമ്മുടെ ആ ലഡു പൊട്ടിയത് അങ്ങോട്ട് കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത മാർഗം നോക്കുന്നത്. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി അവിടെ ഇവിടെയൊക്കെ ഫോൺ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് വന്ന് സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്. അതായത് ചേച്ചി ചോദിക്കുന്നത് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയുമോന്നാണ് കേട്ടോ. ചേച്ചിയുടെ ഒരു സിസ്റ്ററിൻ്റെ വീടുണ്ട് കുറച്ചപ്പുറത്താണ്, അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം, ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. എന്താണെന്ന് ആലോചിച്ചൊക്കെ. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സിക്കിമിലത്തെ ആളുകളുടെ ഈ ഒരു ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചിട്ട് കേട്ടോ. നമ്മളിവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഹോം സ്റ്റേ ഉണ്ടോ, അങ്ങനെ എവിടെയും താമസിക്കാൻ സൗകര്യം കിട്ടുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷേ ചേച്ചീൻ്റെ സിസ്റ്ററിൻ്റെ വീട് തന്നെ വിളിച്ച് നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. അതിപ്പോൾ ചേച്ചിയുടെ ഈ കടയുടെ കുറച്ചപ്പുറത്തേക്ക് പോയിട്ടാണ്. അപ്പം നമ്മളെന്ത് ചെയ്തു, ഇനി ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പോകാൻ തീരുമാനിച്ച് ജംഗു എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി ചേച്ചിയോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ജംഗുവിൽ വരുന്ന സ്ഥലമാണ് അല്ലേ. ഏതാ ജംഗുവിനെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സിക്കിമിലെ ബാക്കി എല്ലാ ജില്ലയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള അത്രയും വലിപ്പമുണ്ടോ? അതിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ ജംഗു വലിയ റീജിയനാണ്. നമ്മളിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ ആക്ച്വലി ഈ ജംഗു റീജിയനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നിനക്ക് മനസ്സിലായോ ജംഗുവിന്റെ പ്രത്യേകത? നമ്മൾ ഹോം സ്റ്റേ അന്വേഷിച്ചാൽ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കും. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത. ഇനിയിപ്പോ വേറൊരു വള്ളിന്റെ കിടപ്പുണ്ട്, ഒരു ഡൗട്ട് ഉള്ളതാണ്. ആ മറ്റേ ഹോം സ്റ്റേയുടെ പേരും പറഞ്ഞ് അവരുടെ നമ്പറും വെച്ചിട്ടാണ് നമ്മൾ പെർമിറ്റ് എടുത്തേക്കുന്നത്. ആ ഹോം സ്റ്റേയുടെ പേരും നമ്പർ നമ്മുടെ പെർമിറ്റിലുണ്ട്. ഇനി നമ്മൾ അവിടെ ചെന്ന് താമസിച്ചില്ലെങ്കിൽ അവര് റിപ്പോർട്ട് ചെയ്യുമെന്ന് അറിയണം. നമുക്ക് എന്തായാലും ആ ഭാഗത്തേക്ക് പോവാം. ഗോ വിത്ത് ഫ്ലോ. കല്യാണം എടുത്തില്ല, കല്യാണം നാളെ പൊളിക്കും നമ്മൾ. സദ്യയൊക്കെ ഉണ്ടാവില്ലേ? ഇവിടുത്തെ 2 കല്യാണം ഞാൻ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ജംഗുവിലെ കല്യാണം എങ്ങനെയാണെന്ന് അറിയില്ല. അത് സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ താമസം നാളത്തെ കല്യാണമൊക്കെ സെറ്റായതിന്റെ സന്തോഷത്തിൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മളിവിടെ വന്നിട്ട് 2ാമത്തെ ദിവസം തോന്നുന്നു ഒരു രംഗ് ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് പണിയുന്ന സമയത്ത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ പാലമാണെന്ന് പറഞ്ഞിട്ടൊരു പാലം കാണിച്ചായിരുന്നു. അന്ന് ആ പാലത്തിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മളല്ല പറഞ്ഞത്, ആരാ പറഞ്ഞത്? ബിരാജ് ബ്രോ പറഞ്ഞു. അപ്പുറത്ത് ദൂരെ കാണുന്ന മലയാണ് ഇവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിൾസ് താമസിക്കുന്ന ജംഗു എന്ന് പറയുന്ന സ്ഥലം. അങ്ങോട്ട് പോകാൻ പറ്റില്ല, പെർമിറ്റ് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ അവിടെ നിന്നുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് നോക്കുകയാണ്. അതേ പാലം നമ്മൾ ഇവിടെ നിന്നിട്ട് കാണുക കേട്ടോ, രംഗ് ബ്രിഡ്ജ്. എന്റെ താഴെ ഒഴുകുന്നത് രംഗ് റിവർ. അവരെ അന്നേരം പറഞ്ഞായിരുന്നു ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇതിന്റെ ഹൈറ്റില് കുറവ് വന്നു, വ്യത്യാസം വന്നു. അപ്പൊ അക്ഷയുണ്ടല്ലോ, നമ്മൾ അന്നേരം എത്ര വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ തിരിഞ്ഞ് ആ മേലോട്ട് നോക്കി, ഇവിടെ കണ്ടോ ഒരു ഏരിയ മൊത്തം അങ്ങോട്ട് ഇടിഞ്ഞിങ്ങോട്ട് പോന്നിട്ട് ആ പുഴയിൽ കൂടി രംഗിലൂടെ അങ്ങോട്ട് വന്നിട്ട് അത്രയും മണ്ണും കല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് പുഴയുടെയും ആഴം കുറയും അല്ലേ. അങ്ങനെ റെക്കോർഡ് പോയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ. പാവം പുഴ അല്ല, പാവം പാലം. ശരിക്കും ഇങ്ങനെ മലയെ നോക്കി നിന്നിട്ടേ അപ്പുറത്തെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി ഭയങ്കര രസമല്ലേ. വേറെ ലോകല്ലേ. എൻ്റെ ഉള്ളിലിപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ചിന്ത എന്താണെന്നറിയോ, നമുക്കിന്ന് താമസിക്കാൻ കിട്ടിയിട്ടുള്ള വീട് എങ്ങനെയായിരിക്കും, അത് എവിടെ ആയിരിക്കും, അവിടുത്തെ ഒരു പരിസരമൊക്കെ എങ്ങനെയായിരിക്കും, ഗ്രാമം എങ്ങനെയായിരിക്കും, രസമായിരിക്കും അല്ലേ.
നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ. ആ യെസ് യെസ്. ഇവൻ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് ആൾക്കാരെ മുൻപ് കണ്ടിട്ടില്ല, ഒന്നുമില്ല, അവരെ പറ്റി ഒരു ധാരണയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ന് രാത്രി നമ്മൾ താമസിക്കാൻ പോകുന്നു. അടിപൊളി ത്രില്ല് എക്സൈറ്റ്മെന്റ് സാധനമാണ്. 2024 യെസ്. അവനൊന്ന് കൺഫേം ചെയ്തത് നമ്മള് എന്താ 2024 തന്നെയല്ലേ ജീവിക്കുന്നേന്നുള്ളൊരു പെട്ടെന്നൊരു സംശയം വന്നപ്പോ ഒന്ന് ചോദിച്ചതായിരിക്കും. വെറുതെ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ 2 കുട്ടികളെ കണ്ടേ, അപ്പോൾ അവര് ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ചോദിക്കാണ് ഇത് 2024 അല്ലേന്ന്. അവര് തമ്മിൽ എന്തായാലും ഇത് വെച്ചിട്ടുണ്ടാവും. ഒരുത്തി 23 പറഞ്ഞിട്ടുണ്ടാവും, തർക്കം വന്നിട്ടുണ്ടാവും. നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ടാണ് പോയി. ഒരു കല്യാണ പാർട്ടി പോകുന്നുണ്ട് കേട്ടോ, ആ ഡെക്കറേറ്റ് ചെയ്ത വണ്ടി. ഇത് നമ്മുടെ കല്യാണം തന്നെയാണോ? അല്ലല്ല, അത് നാളെ അല്ലേ? നാളെ നാളെ ആയിരിക്കും. ചേച്ചിക്ക് 2 ദിവസം മുമ്പേ വരുന്ന പരിപാടി ഉണ്ടോന്ന് നമുക്കറിയില്ല. ചേച്ചിക്ക് ഡേറ്റ് ഒന്നും തെറ്റിയിട്ടില്ലല്ലോ, നമ്മൾ ആ ഒരൊറ്റ പ്രതീക്ഷയിൽ നിൽക്കുന്നതാണ്. നമ്മളെ പയ്യന്മാർ പോയത് ഒരു സ്കൂളാണ് കേട്ടോ. ഏതാപ്പോ സ്കൂളിന്റെ ഒരു ബോർഡ് ഇതാ മുകളിലുണ്ട്, സ്കൂളിന്റെ ബോർഡ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൂക്കള് മറ്റു പരിപാടികള് സാധനങ്ങളൊക്കെ കാണിച്ചപ്പോ ഓർഗാനിക് ആണ്, അല്ലെങ്കിൽ ഇത് ഹിമാലയൻ സാധനങ്ങളാന്ന് പറഞ്ഞപ്പോ എന്നെ കളിയാക്കിയില്ലായിരുന്നു. ഇവിടുത്തെ ബോർഡ് വരെ നോക്ക്, സിക്കിം ഓർഗാനിക് മിഷൻ ആണ്. ഓ, ഇതൊരു വെറും മിഷനാണ്, അത് ഇവിടെ ആയതുകൊണ്ട് ഓർഗാനിക് ആണ് സാധനം ആണല്ലേ. അതായത് പച്ചക്കറി ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു പദ്ധതി. ഓർഗാനിക് ഗ്രോവേഴ്സ് ഗ്രൂപ്പാടാ. ബാർഫോർക്ക്, ഗ്യാത്താങ്, ഇതൊക്കെ എവിടെയാണാവല്ലേ? സ്ഥലത്തിന്റെ പേരൊക്കെ പറയാൻ വേണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ എന്ത് ഓർഗാനിക് ആണ്, അത് ഓർത്ത് വെച്ചാട്ടോ. അല്ലെങ്കിൽ ഹിമാലയൻ. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ലപ്ച ഭാഷയിൽ നമസ്തേ അങ്ങനെ പറയും ചോദിച്ചോക്കെ. ഓ ഭയ്യ ഇധർ കാ ഭാഷ മേ ഓ നമസ്തേ കൈസാ ബോലേഗാ? ഹംറി. ഇവരോട് ചോദിച്ചിട്ട് നമ്മൾ ഇവരോട് തന്നെ ഹംറി എന്ന് പറഞ്ഞു. നമസ്തേ. അത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയതാണ്. ഇവരിവിടെ വിറകുണ്ടാക്കും കേട്ടോ. മോളീന്ന് വിറക് വെട്ടിയിട്ടേ അവർ ഇങ്ങനെ അവിടെ നിന്ന് ഉരുട്ടി വിട്ടതാണ്. എന്നിട്ട് താഴെ വന്നിട്ട് അത് അവർ കറക്റ്റ് വെട്ടി കഷ്ണാക്കിയിട്ട് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാം കേട്ടോ. അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇവിടെ അവർ കുറേ പുല്ല് മോളിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്, പശുക്കൾക്ക് കൊടുക്കാനുള്ളതാണേ. ഓ, ആ തലയിൽ ഇങ്ങനെ കൊളത്തിയിട്ടാട്ടോ അത് പൊക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഈ പരിപാടി ഉണ്ട്. ഒരു ബെൽറ്റ് ഇങ്ങനെ ഉണ്ടാവും, അത് അവരുടെ നെറ്റിയിൽ ഇങ്ങോട്ട് കൊളത്തിയിട്ടാണ് ഒരു നല്ല വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ ഭയ്യാജി, താങ്ക് യു, ബൈ ബൈ. വീണ്ടും കുറച്ചുകൂടെ താഴേക്ക് വന്നപ്പോൾ നമുക്ക് വീണ്ടും നിർത്താൻ തോന്നി. ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സിക്കിമിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്താൻ തോന്നും. അയ്യോ, എന്തായിരുന്നു? മീനാണോ? എടാ വലിയ മീൻ. ആടാ വലിയ മീൻ കേട്ടോ. പക്ഷെ പ്രശ്നമുണ്ട്, പിടിച്ചാൽ മരിക്കും. ഇവിടെയുള്ള മിക്ക കുളത്തുനിന്ന് മീൻ പിടിച്ചാൽ മരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. എല്ലാ കുളത്തുനിന്നൊന്നും മീൻ പിടിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വണ്ടി നിർത്താൻ കാരണം അവിടെ ഒരു മനോഹരമായ സ്റ്റെപ്പ് കണ്ടു കേട്ടോ. ആ വഴിക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിടിക്കുന്ന മീനല്ല, പിടിക്കുന്ന മീനല്ലാന്ന്. ഇതാ വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം, അങ്ങനെ വണ്ടി നിർത്തിയാണ്. വണ്ടി നിർത്താനുള്ള ഓരോ കാരണങ്ങളെ. നല്ല ഭംഗിയുള്ള സ്റ്റെപ്പ് ഉണ്ട്. സർക്കാർ സ്ഥാപനമാണ്. അത് ശരി. ചുറ്റുപാടും നടന്നു നോക്കി, ഇവിടെ ഒരു മനുഷ്യനില്ല. ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു പഴയ കെട്ടിടം അല്ലേ. അങ്ങോട്ട് മുകളിലേക്കും വീടൊക്കെ ഉണ്ട് കേട്ടോ. ആ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അവിടെ ഒരു പേരക്കമരമുണ്ട്. ഞാൻ അത് പോയി നോക്കിയതാണ്, പക്ഷെ പേരക്കൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ പറിക്കാൻ പറ്റുമോ കടിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ പല സംഭവങ്ങളുണ്ട്. നമുക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു 3 വർഷത്തിലൊരിക്കൽ തുറക്കുന്ന മലമുകളിലൊരു പരിപാടിക്ക് പോകാൻ പറ്റുമോ നോക്കണമെന്ന്. അതിൻ്റെ സ്ഥലം, അത് എവിടെ നിന്നാണ് ഈ ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലത്തൊന്ന് പോയി നോക്കണം. അതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ താഴേക്ക് മെയിൻ റോഡിൽ തന്നെ ഇറങ്ങിട്ടോ. ഇപ്പോൾ നോക്കുമ്പോഴാണ് ഇതേ ദൂരെ മലയുടെ മുകളിൽ ചെറുതായിട്ട് മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ട്രിപ്പിൽ നമുക്ക് ഇതുവരെ മഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. മഞ്ഞ് മാത്രമല്ല, മഴയും പെയ്ത് തുടങ്ങുന്നുണ്ട്. 1-2 തുള്ളി ചെറുതായിട്ട് വീണായിരുന്നു. അവിടെ ആ വണ്ടിയിലുണ്ട്. നീ എന്നോട് ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ മഴയൊക്കെ പോയി, ഇപ്പോൾ ഓക്കെ ആണ്, ഇങ്ങോട്ട് കയറി പോന്നോന്ന് പറഞ്ഞല്ലേ. അല്ല, അതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയാമോ, ഞാൻ ഏത് നാട്ടിൽ ആദ്യമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം അവിടെ ഒരു മഴ ഉറപ്പാ. ആണോ?
അതാണോ നിന്നെ ഋഷി ശൃംഗ വിളിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. സയന്റിഫിക് ആയിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട്, ഒരു സ്റ്റഡി നടത്തണം. ഞാൻ രാജസ്ഥാനിൽ പോയപ്പോൾ അവിടെ മഴ പെയ്തു. ആണല്ലേ? ആ, ജയ്സാൽമീറിൽ. ആ, അടിപൊളി. ചെറുതായിട്ട് തോളുന്നുണ്ട് കേട്ടോ, പണി കിട്ടും ചിലപ്പം. നിനക്ക് കോട്ടുണ്ടല്ലേ? അല്ല, 2 കോട്ടുണ്ട്. 2 കോട്ടുണ്ട്. 2 കോട്ടുണ്ട്. എന്നാലും ഈ മഴ കഴിയുമ്പോൾ ഒരു മൊത്തം അവിഞ്ഞ് ഒരവസ്ഥയായിരിക്കും. പിന്നെ തണുപ്പല്ല, ഓൾറെഡി തണുപ്പല്ലേ. അതുമല്ല, നമ്മളിപ്പോ ലാസ്റ്റ് ഇങ്ങോട്ട് ഒരു താഴത്തേക്ക് വന്നപ്പോ ഒന്നുകൂടി തണുപ്പ് കൂടി അല്ലേ? ഈ ഒരു ഭാഗത്തോട്ട് നല്ല തണുപ്പായി. തണുപ്പ് കൂടുതൽ കണ്ടു തുടങ്ങിയില്ല, ആയിരിക്കും. എന്താണ് പറ വീഡിയോ എന്റെ അമ്മക്ക് എന്റെ അമ്മ ചേർന്ന വീഡിയോ കാണാറുണ്ട്. അമ്മേനോട് വലിയൊരു അന്വേഷണം പറയണം. നിങ്ങളെവിടെ സ്ഥലം? ഞങ്ങൾ തൃശ്ശൂര്. ഇവിടെ ഞാനിവിടെ സുധീന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്തിനെ, ഒരു മലയാളി സുഹൃത്തിനെ ഇവിടെ കണ്ടിട്ടോ. പുള്ളിയുടെ അമ്മയൊക്കെ സുധീന്റെ വീഡിയോ കാണുന്ന ആളാന്ന് പറഞ്ഞ് അത് ഞാൻ പറഞ്ഞ. അപ്പൊ അവരൊക്കെ ചൈന ബോർഡർ ഉണ്ട് ഇവിടെ. ഇവിടെ ബോർഡറുണ്ടോ? ഇവിടെ ബോർഡർ. നമ്മൾ യാദൃശികമായിട്ടാണ് കേട്ടോ ഈ മലയാളിനെ കണ്ടുമുട്ടിയത്. ഈ നിൽക്കുന്ന സ്ഥലം ഏതാന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് കണ്ടോ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു കവാടം കണ്ടോ? ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുഴേൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. ഈ ആൾക്കാർ ഈ ലോഡും കൊണ്ട് പോകുന്നത് കണ്ടോ? അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഇവിടെ ഈ മങ്കൻ ടൗണിൽ കൂടി വന്നിട്ട് ഒരു പാലം പൊളിഞ്ഞ് പോയത് കാണിച്ചായിരുന്നു. അവിടുന്ന് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഈ ഒരു കമ്പിയിൽ റോപ്പ് വേ പോലെ ഉണ്ടാക്കിയിട്ട് ഈ അവശ്യ സാധനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്ന നമ്മളൊരു വീഡിയോ കാണിച്ചായിരുന്നു. ഇന്ന് നമുക്ക് ഇപ്പുറത്തേക്ക് വരാൻ പറ്റിയിരുന്നില്ല, പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. അതിൻ്റെ ഇക്കരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. സുധി, അന്ന് നമ്മളെ പെർമിറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കടത്തി വിടാത്ത പോലീസുകാർ അവിടെ ഉണ്ടാവും. പോയാണ്ട് ഇക്കര എന്നൊരു ടാറ്റ പറഞ്ഞാലോ, ഞങ്ങൾ ഇപ്പുറത്ത് എത്തി പറഞ്ഞാലോ. അങ്ങനെ മലയാളി സുഹൃത്ത് പോയിട്ടോ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. എവിടെ വേറെ ഉണ്ടാവുക ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. റെസ്റ്റോറൻറ്റിന് അകത്ത് കയറിയിട്ടിങ്ങോട്ട് പുറകിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? എല്ലായിടത്തു നിന്നുള്ള വ്യൂ പോലെ തന്നെ നല്ല ഭംഗിയുള്ള മലനിരകളും അതുപോലെ താഴെ ടീസ്റ്റാ നദിയും. നമ്മളന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബാംബു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് താഴത്താണ് കേട്ടോ. ആ ഭാഗത്തായിട്ടാണ് നമ്മളന്നിങ്ങനെ ഈ റോഡിലിങ്ങനെ വന്നിട്ടാണ് അങ്ങോട്ട് വന്നത്. എന്താണ് ഫുഡ്? ചോറുണ്ട്, ചുമയുണ്ട്, തുക്കയുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ, പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. ചോറ് കഴിക്കാല്ലേ എന്നാ അല്ലേ? ടീസ്റ്റാ നദിയിലൂടെ 4,80,000 ക്യൂബിക് മീറ്റർ വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാൻ ചോറ് കഴിച്ചു, ദാൽ ചാവലും ഓംലെറ്റും. സുധി തുപ്പ കഴിച്ചു, മറ്റേ വെള്ളത്തിൽ കിടക്കണ നൂഡിൽസ്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് സുധി പറഞ്ഞത് നമുക്ക് എന്തായാലും ആ താഴെ പുഴേൻ്റെ അവിടെയും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് കയറാമെന്ന്. ഇവിടെ വരെ വന്നതല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഒരു ബാംബു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിട്ടോ. നമ്മൾ അന്ന് വന്ന് നിന്നത് അവിടെ ആയിരുന്നു. അന്ന് നമ്മൾ ഇങ്ങോട്ട് കടക്കാൻ അവർ സമ്മതിച്ചില്ല, പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം നമ്മളിതാ ഇപ്പുറത്ത് നിൽക്കുവാണ് കേട്ടോ. കണ്ടോ, ആൾക്കാർ നടന്നു വരുന്നത് കണ്ടോ? അവിടുന്ന് നമ്മൾ അന്ന് കണ്ടില്ലേ ഈ ഗുഡ്സൊക്കെ, അവശ്യ വസ്തുക്കളൊക്കെ ഇങ്ങനെ ആ ഒരു കമ്പിക്ക് വളർത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ തലച്ചുമടായിട്ടും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഓരോ പെട്ടികളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടോ നടന്നിട്ട്. ഒരു പാലം പൊളിഞ്ഞു കഴിഞ്ഞാൽ ആ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് ശരിക്കും കാണാം കേട്ടോ. കണ്ടോ, എല്ലാവരും കണ്ടോ, ഉരുളക്കിഴങ്ങാണ്, ഒരു ചാക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ആ ചേട്ടൻ വന്നിട്ടുള്ളത്. കണ്ടോ, ഇതാ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ ഇപ്പോൾ? അല്ല, അതല്ല പുതിയത്, അതാ പുതിയത് അപ്പുറത്തുണ്ട് അല്ലേ? ആ, ഓക്കെ. ഈ പെട്ടിയിൽ കൊണ്ടുവരുന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി അവിടെ കയറും. 90 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. വണ്ടിക്ക് എന്താ വില ചോദിച്ചു. അപ്പോൾ വില പറഞ്ഞപ്പോൾ പുള്ളി പറയണേ 90 കിലോ അല്ല, ഞാൻ കയറിയാൽ വലിക്കുമെന്ന് നോക്കട്ടേന്ന്. സംഭവം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ ചേച്ചിയില്ലേ, നമ്മൾ ചായ കുടിച്ച് നമുക്ക് ഇന്ന് താമസം സെറ്റാക്കി തന്ന ചേച്ചി, ആ ചേച്ചിയുടെ അങ്ങോട്ട് തന്നെ പോവാം കേട്ടോ. കേസേ पावर कैसा है? पावर बहुत अच्छा अच्छा है ना? फर्स्ट टाइम मैं ये बाइक में 3 लाख की बाइक में चढ़ा हूँ. फर्स्ट टाइम फर्स्ट एक्सपीरियंस बहुत अच्छा. ओके ബൈ. हैप्पी जर्नी. താങ്ക് യു. ബൈ. ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള ബൈക്കിൻ്റെ മുകളിൽ കയറുന്നതെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് സന്തോഷമായിരിക്കണം. ഞാൻ വീണെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് നടന്നാലും ഒരാൾക്ക് സന്തോഷമായല്ലോ. Go
നമ്മളങ്ങനെ ഇവിടെ നമ്മുടെ ചേച്ചിയുടെ കടേൻ്റെ അവിടെ തന്നെ എത്തിയിട്ടോ. ये टूट जाएगा देखो अब बेटी कैसे हो गया ഈ ബെഞ്ച് ഭയങ്കര ബെഞ്ച് വലിയ ബലമൊന്നുമില്ല. അപ്പൊ ചേച്ചി അത്യാവശ്യം തടിയുണ്ട്, ഞാനും അത്യാവശ്യം തടിയുണ്ട്. कमजोर है ना इसलिए आप और कमजोर രണ്ടുപേരും ഇരുന്നപ്പോ ചിലപ്പോ പൊട്ടിപ്പോകുന്നു ഇങ്ങനെ. कैसे एकदम बढ़िया. अभी भी वो ऊपर का आदमी लोग बहुत आया ना, चाय वगैरह पी के चला गया. मैं आपके लिए कॉल कर रहा था उधर में. बिजनेस अच्छा है बिजनेस. एकदम बढ़िया चल रहा है. ഓക്കെ ഓക്കെ കോൾ ചെയ്യാം. കുറച്ച് സമയമായിട്ട് നമ്മളിങ്ങനെ ചേച്ചീൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട്. കടേൻ്റെ പുറകിലായിട്ടൊരു ചേച്ചി തീ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തീ കായാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഈ ചേച്ചീൻ്റെ ഹെൽപ്പറാണ് കേട്ടോ. നമ്മളെ ഈ ചേച്ചീനെ ഈ കടയിലെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേച്ചിയാണിത്. അവർ സംസാരിക്കാൻ കഴിയില്ല, ആംഗ്യ ഭാഷയിലാട്ടോ നമ്മളവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. सोलर है? हाँ, घर में चार्ज करके लाया है. ओ घर में चार्ज करके इधर लाया. पोस्ट नहीं है ना यहाँ, दूर है ना, ये तार नहीं पहुँचेगा इसलिए ये. ओ ओके ओके. ഇവിടെ അടുത്തൊന്നും ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. दिन भर में वो चार्ज किया, रात को ये भैया ने. कितने घंटा मिलेगा? ये 4 घंटे रहेगा. 4 घंटे. ആ ഓക്കെ ഓക്കെ. ഇവരുടെ ഹസ്ബൻഡ് അല്ലേ? ആ ഇവരുടെ ഹസ്ബൻഡ് ആണ് കേട്ടോ. അവര് വന്നപ്പോ എനിക്ക് കാണിച്ചു തന്നാണ്. आपका बाइक में आएगा ये भैया? हाँ ये भैया आएगा बाइक में? बाइक में? हाँ. घर कैसे जाएगा हम? ഇദ്ദേഹം വരും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് ആ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കാത്തുനിന്നത്. കുറച്ചു നേരമായിട്ട് ഞങ്ങൾ അവിടെ പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ എന്തൊക്കെ പച്ചക്കറികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ലൈറ്റും തന്നെ ഈ ബൾബ് വീട്ടിൽ ചാർജ് ചെയ്തിട്ട് ഇപ്പം അദ്ദേഹം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇദ്ദേഹം അപ്പം നടന്നിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 3 പേർക്കും കൂടി പോകാൻ ബൈക്കിൽ പറ്റില്ല. നമ്മളതിനകത്ത് ആ ബോക്സസ് ഒക്കെ വെച്ചത് കാരണം 3 പേർക്കും കൂടി പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ആദ്യം ഇദ്ദേഹത്തെയും കൊണ്ട് സുധി അവിടെ പോയിട്ട് അദ്ദേഹത്തെ അവിടെ ഇറക്കിയിട്ട് പിന്നെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്താൽ മതി എന്നൊരു പ്ലാൻ ഇട്ടു. ഇതിപ്പോൾ കയറുക എന്നുള്ളതൊരു വലിയ ടാസ്ക് തന്നെയാണ്. ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് കയറുന്നത്. ഇദ്ദേഹം എങ്ങനെ കയറുന്നില്ല നമുക്ക് നോക്കണം. എടാ കാലിലെന്താ പറയാ, കാല് ആ പേർ ഇതല്ല. ആ അങ്ങനെ കയറി. ഓക്കെ 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 ഓക്കെ. പുള്ളിക്ക് അറിയുന്ന പോലെ പുള്ളി കയറിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ആ ഓക്കെ. വമ്പ ടാസ്ക്കാണ്. ഓക്കെ അബി. ആ അപ്പൊ ടാറ്റ ബൈ സീ യു. ഞാൻ ഇവിടെ ഉണ്ടാവും. അവർ പോയിട്ട് വരട്ടെ, അതുവരെ ചേച്ചീൻ്റെ കടയിലിരിക്കാം. ഇപ്പം പിന്നെ ചേച്ചീൻ്റെ കടയിൽ വെളിച്ചുണ്ട്. ഇത്രയും നേരം ചേച്ചീൻ്റെ കടയിൽ വെളിച്ചുണ്ടായിരുന്നില്ലല്ലോ. ഈ ഒരു ഭാഗത്തേക്ക് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പെർമിറ്റ് ഇല്ലാതെ വരാൻ പറ്റില്ല, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അന്ന് മുതൽ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഏരിയനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, അവർക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കും എന്ന് കുറേ നമ്മൾ ആലോചിച്ചാണ്, ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ വൈകുന്നേരം ഇവിടെ ഈ ചേച്ചീൻ്റെ അടുത്ത് കുറേ സംസാരിച്ചിട്ടോ. അപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ഏകദേശം ധാരണ കിട്ടിയത്. ഇവിടെ ഈ ലപ്ച എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ ഭൂരിപക്ഷം കേട്ടോ. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും ഇവിടുത്തെ മുഴുവൻ ആളുകളും, ഇവിടെയുള്ള മുഴുവൻ ആളുകളും ലപ്ച കമ്മ്യൂണിറ്റിയാണ്. കുറച്ച് ഈ ഛേത്രിന്നും അതുപോലെ എന്താ പറയുക വേറെ വിഭാഗമുണ്ട്, ഭൂട്ടിയ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ഇവിടെ ഈ ലപ്ച കമ്മ്യൂണിറ്റിയുടെ കൃഷിസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് വന്നവരാണ്. അവർക്കിവിടെ ഭൂമി വീടുകളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും ലപ്ച കമ്മ്യൂണിറ്റിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ഇന്ത്യ യൂണിയനിൽ ജോയിൻ ആകുന്നതിന് മുമ്പ് രാജഭരണ കാലത്ത്, സിക്കിം വേറെ രാജ്യമായിരുന്ന കാലത്ത് ഈ ലപ്ച കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം അനുവദിച്ചു കൊടുത്ത ഒരു ഏരിയയാണ് ഇത് കേട്ടോ. അന്ന് മുതലേ മറ്റുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരുന്നതിനും ഇവിടെ സ്ഥലങ്ങൾ സ്വന്തമാക്കുന്നതിനും ഇവിടെ വീട് വെക്കുന്നതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞായിരുന്നു. അതായത് ഇവർക്ക് ഏത് മതവിശ്വാസികളാണെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. ലിംബു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ലപ്ച എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, ഭോട്ടിയ ഉണ്ട്, ക്ഷേത്ര ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പണ്ടത്തെ ട്രൈബ്സാണ്, ഓരോരോ ഗോത്രവർഗ്ഗങ്ങളാണ് കേട്ടോ. ഈ ലപ്ചയും ഭൂട്ടിയും അതുപോലെ ലിംബും ഒക്കെ. പിന്നീട് ഒരു ഗോത്രം തന്നെ പല മതങ്ങളിൽ, കുറച്ച് പേര് വേറൊരു മതത്തിൽ, കുറച്ച് പേര് വേറെ മതത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ പേര് ബുദ്ധിസ്റ്റുകളാണ്, കുറേ പേര് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, കുറേ പേര് എന്താ പറയുക ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നവരുണ്ട്.
അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഈ ലപ്ച എന്ന് പറയുന്ന ട്രൈബിൽ തന്നെ പല മതവിശ്വാസികളും ഉണ്ടാവും. അപ്പോൾ ഇവർ പണ്ട് മുതലേ ഇവർ വിശ്വസിക്കുന്നത് പ്രകൃതിയിലാണ്. പ്രകൃതിയെയാണ് ഇവർ ദൈവമായിട്ട് കാണുന്നത്. ഈ പുഴ, വെള്ളം, കാട്, മലകൾ, ഈ കല്ല്, ഇവയൊക്കെ ദൈവമായിട്ട് കാണുന്നതാണ് ഇവരുടെ ഒരു രീതി. അവയോടൊക്കെയാണ് ഇവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാട്ടോ. നമ്മളിവിടെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം ഈ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നില്ലേ, ഈ ജംഗു ഏരിയയിലേക്ക് ക്രോസ് ചെയ്ത് വന്ന ഭാഗത്ത് ഒരു ഡാം പണിയാനുള്ളൊരു പദ്ധതി ഇവിടുത്തെ സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. ഏകദേശം 20 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇവരുടെ വിശ്വാസപ്രകാരം ഇപ്പോൾ ഈ തൊട്ട് മുമ്പിൽ കൂടി ഒഴുകുന്ന പുഴയുണ്ടല്ലോ, ഈ പുഴ ശരിക്കും ഈ ലപ്ച കമ്മ്യൂണിറ്റിയിലെ ഒരു കുടുംബത്തിൻ്റെ, കുടുംബം എന്ന് പറയാൻ പറ്റും, ഒരു വംശം, അതിലത്തെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ദൈവമാണത്രേ. മിക്ക പുഴകളും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ദൈവം ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ പുഴയിൽ ഡാം കെട്ടുന്നത് ഇവരുടെ വിശ്വാസത്തിന് നിരക്കുന്നതല്ല. കാരണം ദൈവത്തിൻ്റെ, അവർ ദൈവമായി കാണുന്ന പുഴയുടെ ഒഴുക്കിനെ തടയുന്ന അല്ലേ ഡാം, അതുകൊണ്ട് അവർക്കത് സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഡാമിനെതിരെ ഇവർ സമരം ചെയ്തു അത്രേ. അപ്പോൾ 20 വർഷമായിട്ട് ഇവർ സമരം ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ഡാമിൻ്റെ പദ്ധതി നടപ്പിലായിട്ടില്ല. അതിനുവേണ്ടി അവർ രൂപീകരിച്ച ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, ACT എന്ന പേര് കേട്ടോ, അഫക്റ്റഡ് സിറ്റിസൺസ് ഓഫ് ടീസ്റ്റ എന്നാണ് കേട്ടോ ആ ഒരു കമ്മിറ്റിയുടെ പേര്. അപ്പോൾ ഈ 20 വർഷമായിട്ട് ഇവർ സമരം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഡാമിൻ്റെ പണി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇവിടെ ഫ്ലഡ് ഉണ്ടായി, ഡാം പൊട്ടി, വലിയൊരു ഡാം പൊട്ടി, പാലങ്ങളൊക്കെ പൊളിഞ്ഞു പോയി, ഇവിടുത്തെ ലപ്ച കമ്മ്യൂണിറ്റിയുടെ കുറേ വീടുകൾ നശിച്ചു, അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിച്ചു. ഓക്കെ, आपका घर टूट गया? घर भी टूटा और ये क्या क्या है वो घर जमीन वगैरह वो सब ले गया. എന്നിട്ട് ഇന്നേ വരെ ഒരു രൂപ പോലും ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് സർക്കാരിൻ്റെ ഈ ഡാം പ്രോജക്റ്റിനെ എതിരെ സമരം ചെയ്യുന്നത് കൊണ്ട് ഇവരെ സർക്കാർ നഷ്ടപരിഹാരം ഒന്നും കൊടുക്കാതെ പീഡിപ്പിക്കുന്നു എന്നൊരു വിഷമം ഈ ചേച്ചി പറഞ്ഞു കേട്ടോ നമ്മളടുത്ത്. गैस वगैरह है, गरम करके खाओ, ठंडा हो जाएगा ना. ഓക്കെ ഓക്കെ. सब्जी भी गरम करो यहाँ ऐसे में. അപ്പോൾ സുധി വന്നിട്ട് ഞാനും അവരെ വീട്ടിലേക്ക് പോകും. പിന്നെ നമ്മളിന്ന് അവിടെ താമസിക്കും. നാളെ രാവിലെ നമ്മൾ പോകാൻ പോകുന്ന കല്യാണം ഈ ലപ്ച കമ്മ്യൂണിറ്റിയിലെ കല്യാണത്തിന് കേട്ടോ. നമ്മൾ ഇന്ന് വണ്ടിയിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു കല്യാണ വണ്ടികൾ പോകുന്നത് കണ്ടില്ലേ, അത് ഈ കല്യാണത്തിൻ്റെ തന്നെയാണ് അത്ര. ഇന്നും അതിൻ്റെ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ കല്യാണ ചെക്കനും പെണ്ണും തന്നെയാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. അവിടെ ഒരു സ്ഥലത്ത് ബൈക്ക് നിർത്തി ഇതാ ഇപ്പോൾ ഇങ്ങനെ താഴേക്ക് നടക്കുവാണ്. ഈ വഴി കുറേ പോണോടാ? ഈ കാണുന്നത് തന്നെയാണോ? ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തിയിട്ടോ. രാത്രി ആയിട്ടുണ്ട്, നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. നേരെ അവരുടെ അടുക്കളയിലേക്കാട്ടോ പോയത്. നമ്മുടെ കടയത്തെ ചേച്ചി നമുക്ക് റൊട്ടി ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടുക്കളയിൽ നിന്ന് അവരത് ചൂടാക്കി തന്ന് നമ്മളതൊക്കെ കഴിച്ചു അവരുടെ കൂടെ ഇരുന്നിട്ട്. ഇവിടെ ഒരാൾ ചട്ടിയിൽ ചോറുന്നുണ്ട്. തൊള്ളായിരത്തേക്കോ നമ്മളിവിടെ താമസിക്കാൻ വന്ന വീട്ടിലെ ആൾക്കാരാട്ടോ അത്. ആ ചേച്ചിന്റെ റിലേറ്റീവ്സ് ഒക്കെയാണത്. ഇപ്പൊ പിന്നെ നാടൊക്കെ മാറി. ആദ്യം ചട്ടി എടുത്ത് കൊണ്ടുവന്നപ്പോ ചിരിക്കായിരുന്നു. നമ്മളെടുത്ത് മറച്ചു കൊണ്ടുവരുന്നു. പിന്നെ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വീടല്ല പ്രതീക്ഷിച്ചത്. നമ്മള് പുരാതനമായിട്ടുള്ള ഒരു വീട് പ്രതീക്ഷിച്ചു. അത് ആ ചേച്ചി പറഞ്ഞപ്പോ നമ്മള് മനസ്സിലാക്കിയുള്ള ഒരു പ്രശ്നമായിരുന്നു. ഇവിടെ ഒരു പഴയ വീട് ഉണ്ടായിരുന്നു. ഏറ്റവും പഴയ വീട് ഇവരുടെ ആയിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഈ വീട് പണിതേക്കുന്നത്. ഇത് കുറച്ച് വലിയൊരു വീടാണ്. ആ വീടിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്തൊക്കെ ബാക്കി അവിടെ ഉണ്ട്. ഇത്ര പുരാതനമായിട്ടുള്ള അടുക്കള, പുരാതനമായിട്ടുള്ള കക്കൂസ്, ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും പതിവ് പോലെ ഇവരും നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം വേണമെന്ന് ചോദിച്ച് കൊണ്ടുതരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ചപ്പാത്തിൻ്റെയും ദാൽ കറിൻ്റെയും കൂട്ടത്തിൽ ഇവരിവിടെ നാടൻ കോഴി കറി വെച്ചായിരുന്നു. അത് നമുക്ക് കുറച്ച് ഉള്ളത് നമുക്ക് ഷെയർ ചെയ്ത് തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കറി. നെയ്യൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി കറി. ഇവര് തണുപ്പ് കാലം വരുമ്പോൾ ഇവര് നെയ്യ് കൂടുതൽ ഉപയോഗിക്കും ഇത്രേ. പിന്നെ കുറെ നേരം അവരോട് സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇവിടുന്ന് നേരെ ഈ വീടിന്റെ ബാക്കിൽ ഒരു ബാൽക്കണി ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ മലയിൽ നമ്മൾ ഇത്രയും ദിവസം താമസിച്ച സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണാൻ നമുക്ക്. ദൂരം നല്ല ദൂരമുണ്ട്. ഈ വഴിക്ക് പോകാനും പറ്റില്ല. നമ്മൾ വന്ന വഴി ചുറ്റി തന്നെ പോകണം. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ലൈറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് കഥ. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ജംഗുവിലേക്ക് വന്നു. ജംഗുവിൽ എത്തിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്.
നാളത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ കല്യാണത്തിന് ചില പ്രത്യേകതകളൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. രസകരമായ ചില ആചാരങ്ങളൊക്കെ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അത് അടിപൊളിയായിരിക്കും. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങൾ പേടിക്കേ വേണ്ട അല്ലേ? രാവിലെ നിങ്ങൾ ജസ്റ്റ് ഒരു ചായയും ഒരു ബിസ്ക്കറ്റും മാത്രമേ കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ. അതെ, കല്യാണത്തിന് പോകുമ്പോൾ വയറ് കാലിയാക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവട്ടെ അല്ലേ? അപ്പൊ അങ്ങനെ വേറെ ഒന്നുമില്ലല്ലോ. സുധീൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് വെക്കാം കേട്ടോ. നിങ്ങൾ കുറേ പേര് പണ്ട് സുധീൻ്റെ വീഡിയോ കണ്ടായിരുന്നു, പിന്നെ കാണാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് സുധീനെ പോലെ ഇന്ത്യ കണ്ട വേറൊരാൾ ഉണ്ടാവാൻ സാധ്യമല്ല. അല്ല, ഞാൻ ചുമ്മാ പറയുന്നൊന്നല്ല, വെറുതെ ശരിക്കും ഞാൻ സീരിയസ് ആയി പറയുന്നതാണ്. 4 പ്രാവശ്യം കണ്ട് ഇവൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും കറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ കറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ദിവസം സാധാരണ എല്ലാവരും പോകുന്ന പോലെ വെറുതെ ബൈ റോഡ് ഓടിപ്പോകുന്നതല്ല. ഒരു വർഷമൊക്കെ എടുത്തിട്ടാണ്. ഇപ്പം തന്നെ ഈ ട്രിപ്പ് 1 വർഷം പറയില്ലേ, ജനുവരിയിൽ ഇറങ്ങിയ ട്രിപ്പാണ്. അതായത് ഓരോ സ്ഥലവും ഡീറ്റെയിൽ ആയിട്ട് അവൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സിക്കിമൊക്കെ മുമ്പ് വന്ന് പോയതൊക്കെ തന്നെയാണ്, വീണ്ടും എത്തിയതാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ ചാനൽ, അവൻ്റെ എഫേർട്ടിനുള്ള റിസൾട്ട് നിലവിൽ അവന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നന്നായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, അവർ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കൊടുത്തിരുന്നു. ഗുഡ് നൈറ്റ്. അത് ഇപ്പോൾ അവിടെ ഇരുന്ന് ചേച്ചിയുടെ ഒരു മോളാണ്, +2 പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് സുധീൻ്റെ ചാനൽ ബാക്ക് പാക്കർ സുധി, ഞാൻ എൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഒന്ന് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പിന്നെ അടുത്ത വീഡിയോയിൽ കല്യാണ ആൽബം, കണ്ണഞ്ചിപ്പിക്കുന്ന കല്യാണ കാഴ്ചകളുമായിട്ട് വരുന്നതായിരിക്കും. കല്യാണ ആൽബത്തിലൂടെ വീണ്ടും കാണാം. ബൈ. സ്നേഹം.